ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡ്യൂഡ് എന്ന മൂവിയാണ്. താൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിയെ അവളുടെ കാമുകന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഈ മൂവിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ അഗൻ അവന്റെ എക്സ് ഗേൾഫ്രണ്ട് അമൃതയുടെ വിവാഹത്തിന് ചെല്ലുന്നതാണ്. ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് നാളായി. എന്തുകൊണ്ടാണ് അവളെ തന്നെ ഉപേക്ഷിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ റിസപ്ഷനിൽ വെച്ചിട്ടും അവളോട് അത് തന്നെ ചോദിക്കുകയായിരുന്നു അഗൻ. എന്നാൽ തനിക്ക് പറയാൻ താല്പര്യമില്ലെന്ന് അമൃത പറയുന്നു. പറഞ്ഞിട്ട് നിന്നെ വിടൂന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അവന്റെ കൈകൊണ്ട് അറിയാതെ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന താലി പൊട്ടി. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പെൺകുട്ടിയുടെ താലി അവളുടെ എക്സ് വന്ന് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ ബഹളവും വഴക്കുമായി. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ച് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു അമൃതയുടെ ഹസ്ബൻഡ് രാഹുൽ. ബാക്കി എല്ലാവരും ചേർന്നിട്ട് അഗനെ അടിക്കുകയാണ്. ഒടുവിൽ പോലീസ് വന്ന് ഇടപെട്ടാണ് പ്രശ്നം സോൾവ് ആക്കിയത്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ അഗനെ പുറത്തിറക്കാൻ വേണ്ടി വരുന്നത് അഗന്റെ കസിനും ഉറ്റ സുഹൃത്തും കൂടിയായ കുരലായിരുന്നു. അഗന്റെ അമ്മയുടെ സഹോദരന്റെ മകളായിരുന്നു കുരൽ. അഗന്റെ അങ്ങളും കുരലിന്റെ അച്ഛനുമായ അധിയമാനാകട്ടെ ഒരു മിനിസ്റ്റർ ആയിരുന്നു. അയാൾക്ക് അകന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ അഗന്റെ അമ്മയാകട്ടെ അയാളുമായിട്ട് വർഷങ്ങളായിട്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് അഗൻ അറിയില്ല. അഗൻ അതിനെപ്പറ്റി പലപ്പോഴും അമ്മയോട് ചോദിച്ചെങ്കിലും അവന്റെ അമ്മ അതൊന്നും തന്നെ അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല. അഗനും കുരലും അവന്റെ ഫ്രണ്ട്സും എല്ലാം ചേർന്നിട്ട് ഒരു ചെറിയ ഇവന്റ് പ്ലാനിംഗ് കമ്പനി നടത്തുന്നുണ്ടായിരുന്നു. വെഡിങ്ങിനും ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും എല്ലാം തന്നെ സർപ്രൈസ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു അത്. ആൾക്കാരെ പറ്റിച്ചുകൊണ്ടും പ്രാങ്ക് ചെയ്തുകൊണ്ടുമാണ് ഇവർ പലപ്പോഴും സർപ്രൈസ് കൊടുത്തുകൊണ്ടിരുന്നത്. അഗന് കുരലിനെ തന്റെ സുഹൃത്തായിട്ട് മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ കുരലാകട്ടെ മനസ്സിൽ അഗനെ പ്രണയിക്കുകയായിരുന്നു. ഒരു ദിവസം ട്രെയിനിൽ വെച്ചിട്ട് തന്റെ സുഹൃത്തുക്കളുടെ എല്ലാം സഹായത്തോടു കൂടി കുരലാകട്ടെ അഗനെ പ്രപ്പോസ് ചെയ്യുന്നു. സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ട് അവളെ നാണം കെടുത്തണ്ടെന്ന് കരുതിയിട്ട് ആ പ്രപ്പോസൽ അപ്പോൾ അവൻ അംഗീകരിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവളോട് അവൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ പ്രണയിക്കാൻ സാധിക്കില്ല എന്ന്. നിന്നെ അങ്ങോട്ടൊരു കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ എനിക്ക് നിന്നെ കാണാൻ സാധിക്കൂ. കുരലിന് ഇത് കേട്ട് ആകെ സങ്കടമായി. അവൾ മനസ്സിൽ അഗനെ അത്രയധികം പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെ റിജക്ട് ചെയ്ത കാരണം പഴയ പോലെ അവന്റെ കൂടെ ക്ലോസ് ആയിട്ട് പെരുമാറാനോ ഒരുമിച്ച് ജോലി ചെയ്യാനോ ഒന്നും തന്നെ അവൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്ന് അവൾ സങ്കടത്തോടു കൂടി പറയുന്നു. അവളുടെ വിഷമം കണ്ടിട്ട് അഗനും മനസ്സ് വേദനിക്കുന്നു. എന്നാൽ അവളെ അവൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവളുടെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാനും വയ്യ. തന്റെ പ്രണയം അവൻ റിജക്ട് ചെയ്ത കാരണം അവൾ ആകെ സങ്കടത്തിലായിരുന്നു. ദിവസങ്ങളോളം അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് അവൾ പതിയെ പതിയെ റിക്കവറായി വരാൻ തുടങ്ങി. അച്ഛനോട് അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരു കോഴ്സ് പഠിക്കാൻ ബാംഗ്ലൂർക്ക് പോയി. കുരൽ പോയ ശേഷം അഗൻ അവളെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ കാണുന്ന പല ആൾക്കാരും നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ അവരൊക്കെ മാരേജ് കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ആൾക്കാർ പോലും വിവാഹം ചെയ്യുന്നത് കണ്ടപ്പോൾ അവനും തോന്നി താൻ കുരലിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന്. അവന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അവൻ കുരലിനെ ആലോചിച്ച് വിഷമിക്കുകയായിരുന്നു. അതെല്ലാം തന്നെ അവരുടെ കൊളീഗ് കൂടിയായ സംയുക്ത ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ പലപ്പോഴും അവനോട് പറയുന്നുണ്ട്, നീ ഇപ്പോഴും കുരലിനെ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യുന്നതെന്ന്. എന്നാൽ താൻ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ അവരുടെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നു. ആ പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നായ കുറുക്കു ചാടിയ കാരണം അവന്റെ ബൈക്ക് ചെറിയ രീതിയിൽ നിന്ന് ആക്സിഡന്റ് ആയി. മരണത്തെ മുന്നിൽ കണ്ട നിമിഷമായിരുന്നു. കുറച്ചുനേരം അവൻ ബോധം കെട്ട് കിടന്നതാണ്. മരിക്കാൻ പോകുന്നു എന്ന് തോന്നിയ ആ ഒരു നിമിഷത്തിന് കുറച്ചു മുൻപ് അവന്റെ മനസ്സിൽ ഓർമ്മ വന്നതെല്ലാം തന്നെ കുരലിനെ കുറിച്ചുള്ള മെമ്മറീസ് ആയിരുന്നു. ബോധം തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോൾ തന്റെ സുഹൃത്തിനോട് അവൻ അതിനെപ്പറ്റി എല്ലാം തന്നെ പറയുന്നു. താൻ മനസ്സിൽ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. ഒരു തവണ റിജക്ട് ചെയ്ത അവളോട് ഇനിയത് തുറന്ന് പറയാനും വയ്യ. അതുകൊണ്ട് തൽക്കാലം തന്റെ സ്നേഹം അവളോട് തുറന്ന് പറയാതെ പേരൻസ് വഴി കാര്യങ്ങൾ നീക്കാമെന്നാണ് അഗൻ ചിന്തിക്കുന്നത്. അവൻ നേരെ പോയി അധിയമാനെ കാണുന്നു. അയാളാകട്ടെ ഇവനോട് നല്ല ദേഷ്യത്തിലായിരുന്നു. തന്റെ മകളുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ അവനെ മരുമകനായി കിട്ടാൻ അയാൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാളോട് അവൻ പറയുന്നുണ്ട്, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും. അതിൽപ്പൊരു സന്തോഷം അയാൾക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം അയാൾ തീരുമാനിക്കുന്നു. അയാള് തന്നെയാണ് എല്ലാ കാര്യങ്ങളും കുരലിനോട് പറയുന്നതും. അഗനായിട്ട് അവന്റെ മനസ്സിലുള്ള ഇഷ്ടമൊന്നും തന്നെ കുരലിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്റെ സഹോദരനോട് ദേഷ്യമുണ്ടെങ്കിലും അഗന്റെ അമ്മയ്ക്ക് കുരലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവർക്കും ഈ വിവാഹത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല. തന്റെ എക്സ് ലവർ അമുദയും അവൻ കല്യാണം വിളിക്കാൻ ചെല്ലുന്നുണ്ട്. അമുദയും ഹസ്ബൻഡും ഉടനെ തന്നെ കാനഡയിലേക്ക് പോകാനിരിക്കുകയാണെന്ന് അവൻ അവിടെ നിന്ന് മനസ്സിലാക്കി. ഇവിടെ അഗന്റെയും കുരലിന്റെയും വിവാഹ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കുരൽ ബാംഗ്ലൂരിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു. അവളെ കണ്ട് തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ അഗൻ ഒരുപാട് സന്തോഷത്തോടു കൂടി അവളുടെ റൂമിലേക്ക് വരുന്നു. വാതിൽ തുറന്നിടനെ അവളെ കിസ് ചെയ്യാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ അവളാകട്ടെ അവനെ അടിക്കുന്നു. റൂമിൽ അവൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു കയർ അവൾ കുരുക്കിയിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമായിരുന്നു എന്ന് അവന് മനസ്സിലായി. അവളോട് അവൻ സംസാരിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന്. അവൻ തന്നെ റിജക്ട് ചെയ്ത കാരണം പതിയെ അവനെ മറന്നിട്ട് അവൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ ലൈഫിൽ മറ്റൊരാൾ വരികയും ചെയ്തു. പാരി എന്ന് പറയുന്ന ഒരു പയ്യനെ അവൾ അവനോട് തുറന്നു പറയുന്നു. കുരലും വിചാരിച്ചു വെച്ചിരുന്നത് തന്റെ വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ടാണ് അഗൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നാണ്. എന്നാൽ അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അഗനാകട്ടെ പിന്നീട് തന്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ നിന്നില്ല. താനും വീട്ടുകാരുടെ ഫോഴ്സ് കാരണം വിവാഹത്തിന് സമ്മതിച്ചതാണ് എന്നുള്ള രീതിയിലായിരുന്നു അവന്റെയും സംസാരം. അവൾ മറ്റൊരാളെ
സ്നേഹിക്കുന്ന സ്ഥിതിക്ക് അവളെ ഫോഴ്സ് ചെയ്ത് വിവാഹം കഴിക്കാനും അകൻ നിന്നില്ല. എന്തൊക്കെയാണെങ്കിലും അവളുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കി അവളെ ഭാര്യയുടെ കൂടെ ഒന്നിപ്പിക്കാനായിരുന്നു അകന്റെ തീരുമാനം. എന്തുകൊണ്ട് നല്ലത് നീ ഉടനെ തന്നെ അച്ഛനോട് പോയി കാര്യങ്ങൾ തുറന്നു പറയുന്നതാണെന്ന് അകൻ അവളോട് പറയുന്നു. ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ഫോൺ ഓണാക്കി അവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും അകൻ പറയുന്നു. അവൻ കൊടുത്ത ധൈര്യത്തില് അവൾ രണ്ടും കൽപ്പിച്ച് അച്ഛനോട് സംസാരിക്കാൻ ചെല്ലുന്നു. ഭാര്യയാകട്ടെ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളാണ്. അവൻ അച്ഛനും അമ്മയും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അനാഥനായ അവനുമായിട്ടുള്ള പ്രണയം തന്റെ അച്ഛൻ അംഗീകരിക്കുമോ എന്ന് അവൾക്ക് ഡൗട്ടായിരുന്നു. അവളെ ഇത് സംസാരിക്കാൻ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ട ശേഷം അകനാകട്ടെ ബാത്റൂമിൽ കയറിയിരുന്ന് കരയുകയാണ്. താൻ അന്ന് അവളെ റിജക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ തന്റേത് തന്നെ ആകുമായിരുന്നു എന്നുള്ള കുറ്റബോധം അവന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. പക്ഷേ എന്നാൽ അവൻ അതൊന്നും തന്നെ പുറത്ത് കാണിച്ചില്ല. അവൾ രണ്ടും കൽപ്പിച്ച് അച്ഛനോട് പോയി പറയുന്നുണ്ട്, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, ഞാൻ മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ടെന്ന്. അവളുടെ അച്ഛൻ ആദ്യം ഒന്ന് ഷോക്കായി. എന്നാലും അവൾ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവരുടെ തന്നെ ജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ അയാൾ സമ്മതിച്ചേനെ എന്നുള്ള രീതിയിലായിരുന്നു അയാളുടെ സംസാരം. എന്നാൽ ഭാര്യ എന്ന് പറയുന്ന മറ്റൊരു ജാതിയിൽപ്പെട്ട പയ്യനെയാണ് താൻ പ്രണയിക്കുന്നതെന്ന് അവൾ പറഞ്ഞതോടുകൂടി അയാൾ ആകെ ദേഷ്യത്തിലായി. അവൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നത് കാൽവഴുതി മരിച്ചുപോയ അയാളുടെ ഇളയ സഹോദരിക്ക് വേണ്ടിയിട്ട് അയാൾ നിർമ്മിച്ച ചെറിയൊരു പൂജാമുറിയുടെ അടുത്ത് വെച്ചിട്ടായിരുന്നു. ഭാര്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അച്ഛൻ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ അവളാകട്ടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഒരുപാട് സ്നേഹിക്കുന്ന മരിച്ചുപോയ ഈ സഹോദരിയുടെ അന്തിമ സ്ഥലത്ത് വെച്ച് തന്നെ താനെന്ത് ചോദിക്കുന്നത്, അതുകൊണ്ട് അച്ഛൻ സമ്മതിക്കണമെന്ന്. എന്നാൽ ആ നിമിഷം അയാളുടെ മുഖമെല്ലാം മാറി. അയാൾ അവളോട് പറയുന്നുണ്ട്, നീ ആ കാണുന്ന ഫോട്ടോയിലിരിക്കുന്ന എന്റെ സഹോദരിയില്ലേ, അവളെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നത് തന്നെ താനാണ്. അത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു കുരൽ. നിന്നെ പോലെ 30 വർഷം മുമ്പ് താഴ്ന്ന ജാതിയിൽപ്പെട്ടൊരു പയ്യനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ഒറ്റ കള്ളിൽ നിൽപ്പായിരുന്നു. കീഴ്ജാതിക്കാരനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടില്ല എന്ന് പലരും അവളോട് പറഞ്ഞതാ. എന്നിട്ടും അവൾ അതിൽ നിന്ന് പിന്മാറിയില്ല. അത് കാരണം എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ അവളെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു. വീഡിയോ കോളിലൂടെ ഇതെല്ലാം തന്നെ അകനും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവം അറിയാവുന്നത് കൊണ്ടാണ് അകന്റെ അമ്മ എന്നോട് ഇപ്പോഴും മിണ്ടാത്തതെന്നും അയാൾ പറയുന്നു. സ്വന്തം സഹോദരിയെ കൊന്ന എനിക്ക് സ്വന്തം മകളെ കൊല്ലാനും മടിയില്ല. അതുകൊണ്ട് അകന്റെ കൂടെ മാത്രമേ നിന്റെ വിവാഹം നടക്കൂ. നീ വിചാരിക്കുന്ന ആരുടെയും കൂടെ ഈ വിവാഹം നടക്കില്ല. അയാൾ അവളെ ഭീഷണിപ്പെടുത്തുന്ന കണ്ടിട്ട് അകൻ പെട്ടെന്നൊരു ഐഡിയ തോന്നിട്ട് അവിടേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന്. അവൾ എന്നെ തന്നെ വിവാഹം കഴിക്കൂ. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് അച്ഛനെ ഒന്ന് പറ്റിച്ചതാണ്. അത് കേട്ടപ്പോഴാണ് അയാളൊന്ന് റിലാക്സ് ആയത്. ഇവർ ഇതുപോലെ പ്രാങ്ക് നടത്തുന്നത് പതിവാണ്. അതുകൊണ്ട് അയാളും താൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് അതും ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെ പറ്റിക്കുന്നു. പക്ഷെ ഇവർക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് പ്രാങ്കൊന്നുമല്ല, അയാൾ തന്നെയായിരിക്കും അയാളുടെ സഹോദരിയെ കൊന്നതെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഇവർ ആകെ കൺഫ്യൂഷനിലായി. വിവാഹത്തിന്റെ തലേന്ന് റിസപ്ഷൻ പാർട്ടി നടക്കുകയാണ്. ഇന്ത്യ മുഴുവൻ അയാൾക്ക് നല്ല പിടിപാടായിരുന്നു. ഒരുപാട് പൊളിറ്റീഷ്യൻസ് അവിടെ വരുന്നുണ്ട്. പാരിയും അവിടേക്ക് വരുന്നു. കുരൽ അവനെ അകന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഒളിച്ചോടാൻ പ്ലാൻ ഇടുകയായിരുന്നു. എന്നാൽ ഇന്ത്യ മുഴുവൻ അവളുടെ അച്ഛന് പിടിപാടുള്ള സ്ഥിതിക്ക് എവിടെയും പോയി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ടുപോകണം. പക്ഷെ അപ്പോഴാണ് പാരി പറയുന്നത് തനിക്ക് പാസ്പോർട്ട് ഇല്ലാന്ന്. അതോടെ അകന് ദേഷ്യം വരാൻ തുടങ്ങി. ഇവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അവൻ വിചാരിക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവർക്ക് വേറെ വഴിയില്ലാതെയായി. തൽക്കാലം അവരെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചെങ്കിലേ പറ്റൂ. അതിനുശേഷം പാരിയും കുരലിനെയും എവിടോട്ടെങ്കിലും രക്ഷപ്പെടുത്താമെന്നായിരുന്നു അകന്റെ ചിന്ത. അതിന് പാരിക്കും കുരലിനും സമ്മതമായിരുന്നു. എന്തായാലും പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഫേക്ക് ആയിട്ട് മാരേജ് ചെയ്ത് കപ്പിൾസിനെ പോലെ ഫേക്ക് ആയിട്ട് അഭിനയിച്ച് നിൽക്കാമെന്ന് കുരലും അകനും തീരുമാനിക്കുന്നു. അങ്ങനെ ഇവരുടെ വിവാഹം കഴിയുകയാണ്. വീട്ടുകാരുടെ മുന്നിൽ അവര് ഭാര്യ ഭർത്താക്കന്മാരായി മാറിയിരിക്കുന്നു. എന്നാൽ അവർക്കറിയാം ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന്. അകനോട് കുരലിന്റെ അച്ഛൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തനിക്കൊരു പേരക്കുട്ടിയെ തരണമെന്ന്. അവർക്ക് രണ്ടുപേർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു പുതിയ വീട് കൂടി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരും നാട് കടത്താനുള്ള പ്ലാനിങ് അകൻ നടത്തുകയാണ്. എന്നാൽ വിസിറ്റിംഗ് വിസ എടുത്ത് എവിടെ പോയാലും കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരണം, അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ജോബ് ശരിയാകണം. അത് അത്ര ഈസി ആയിരുന്നില്ല. ഒടുവിൽ അകനാകട്ടെ തന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അമുദിയോട് ഹെൽപ്പ് ചോദിക്കുന്നു. അമുദിയുടെ ഹസ്ബൻഡിന്റെ സഹായത്തോടു കൂടി അവർക്ക് കാനഡയിലെ എന്തെങ്കിലും ഒരു ജോബ് ശരിയാക്കി വിസയടിച്ച് അവരെ അങ്ങോട്ടേക്ക് താമസം മാറ്റാനായിരുന്നു അകന്റെ ശ്രമം. അതിനെന്തായാലും കുറച്ചു മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അതിനോടകം വെച്ചിട്ട് പാരിക്ക് പാസ്പോർട്ടും എടുക്കാം. അങ്ങനെ അവർ ആ തീരുമാനത്തിലെത്തുന്നു. ഒടുവിൽ 3 മാസം കഴിഞ്ഞു. പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഓഫീസിലെത്തി. അകൻ പാരിയോട് പറയുന്നുണ്ട്, നീ ഒരു മണ്ടത്തരവും കാണിക്കരുത്, നിനക്കാണ് വിസ കിട്ടാനുള്ള ചാൻസ് കുറവ്, അതുകൊണ്ട് അവർ ചോദിക്കുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണമെന്ന്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പാരിക്ക് വിസ കിട്ടി. പക്ഷെ ഇത്തവണ റിജക്ട് ആയത് കുരലിന്റെ വിസയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ അതിലവൾ പ്രഗ്നന്റ് ആണെന്ന് കാണിച്ചിരിക്കുന്നു. അത് കേട്ട് അകനും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതുവരെ അവൾക്കും അറിയില്ലായിരുന്നു താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ഈ കാര്യം കാണും ഇവരുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇത് അകന്റെ കുട്ടിയാണെന്ന് എല്ലാവരും വിചാരിക്കൂ. പാരിക്കും കുരലിനും അകനും മാത്രമേ അറിയൂ ഇത് പാരിയുടെ കുട്ടിയാണെന്ന്. അബോർഷൻ നടത്തിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാ നല്ലതെന്ന് അകം പറയുമ്പോൾ പാരിക്കും കുരലിനും അത് കേട്ട് സങ്കടം തോന്നി. അവർ രണ്ടുപേരുടെയും കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അകൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ എടുക്കുന്ന തീരുമാനത്തിന്റെ എല്ലാം തന്നെ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് താനായിരിക്കുമെന്ന്. അതുകൊണ്ട് എന്നെ കുറിച്ച് കൂടി ആലോചിച്ചിട്ട് വേണം ഈ തീരുമാനം എടുക്കാനെന്ന് അകൻ പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ
മനസ്സിലാ മനസ്സോടെ അബോഷന് അവൾ സമ്മതിക്കുന്നു. പക്ഷെ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഡോക്ടർ അവരോട് പറയുന്നത് അവളുടെ യൂട്രസ് വളരെയധികം വീക്കാണെന്നും ഇതൊരു റിസ്കി പ്രഗ്നൻസി ആണെന്നുമാണ്. അബോഷൻ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഇവൾക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിക്കാൻ അവര് പറയുന്നു. പക്ഷെ അവൾ അതൊന്നും തന്നെ നോക്കുന്നില്ല. അബോഷൻ ചെയ്യാനാണ് അവള് പറയുന്നത്. എന്നാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അകന്റെ മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നാൻ തുടങ്ങി. താൻ നിർബന്ധിച്ചത് കൊണ്ടാണല്ലോ അവൾ അതിന് സമ്മതിച്ചത്. ഇത്തവണ അവനാകട്ടെ ഡോക്ടറിനോട് പറയുന്നുണ്ട് ഈ കുട്ടിയെ അബോർട്ട് ചെയ്യേണ്ട എന്ന്. കാരണം ഇപ്പോൾ അബോർഷൻ നടത്തി കഴിഞ്ഞാൽ അവൾക്ക് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകില്ല എന്ന് മനസ്സിലായതോടുകൂടി അവൻ അവന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ താൻ അബോർഷൻ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ഒടുവിൽ അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിന്റെ അച്ഛനോട് തുറന്നു പറയുമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അബോർഷനുള്ള തീരുമാനം അവർ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം വീട്ടുകാരെ അറിയിച്ചു. എന്തായാലും ഇത് അകന്റെ കുട്ടിയാണെന്നാണല്ലോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം ഒരുപാട് ഹാപ്പി ആയിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ അവളുടെ കുട്ടിയുടെ അച്ഛനായിട്ട് അവൻ അഭിനയിക്കുന്നത് കണ്ടിട്ട് അവൾക്കും പലപ്പോഴും സങ്കടം തോന്നാൻ തുടങ്ങി. അവന്റെ കൂട്ടുകാരൻ വിചാരിച്ചിരുന്നത് ഇത് അവന്റെ കുട്ടി തന്നെയായിരിക്കും, അവൾ ഭാര്യയെ മറന്നിട്ട് അകന്റെ കൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന്. എന്നാൽ ഒടുവിൽ അവൻ തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് പാരി തന്നെയാണ് ഈ കുട്ടിയുടെ അച്ഛനെന്ന്. അത് കേട്ട് അവന്റെ കൂട്ടുകാർ പോലും അകനെ കളിയാക്കാൻ തുടങ്ങി. വിവാഹം കഴിച്ച പെണ്ണിനെ അവളുടെ കാമുകന്റെ കൂടെ ഒന്നിക്കാൻ വിടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കാമുകന്റെ കുട്ടിയുടെ അമ്മയായ അവളെ സ്വന്തം കുട്ടിയുടെ അമ്മയായിട്ട് എല്ലാവരുടെയും മുന്നിൽ കാണിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. എന്നാൽ അകനെ സംബന്ധിച്ച് അവളുടെ സന്തോഷമായിരുന്നു അവൻ എല്ലാത്തിലും വലുത്. അതിനു വേണ്ടിയിട്ട് ആരുടെ മുന്നിലും നാണം കെടാൻ അവൻ തയ്യാറായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവളുടെ ഡെലിവറി ഡേറ്റ് വന്നു. അകൻ റിലാക്സ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഭാര്യയായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് അവിടെ നടന്നത്. ഡെലിവറി ടൈമിൽ അവൾക്ക് സപ്പോർട്ടിനായിട്ട് ഹസ്ബൻഡ് കൂടി ഉള്ളിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ പോകാതെ അവിടെ മടി പിടിച്ച് നിൽക്കുകയായിരുന്നു അകൻ. എല്ലാരും അവനെ ഉന്തിത്തള്ളി അകത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ അവളുടെ ഒരു അവസ്ഥയിൽ കൂടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അവൾ അനുഭവിക്കുന്ന വേദന കണ്ടപ്പോ രണ്ടും കൽപ്പിച്ച് അകൻ അവളുടെ കൂടെ നിൽക്കുന്നു. അവനാണ് അച്ഛനെന്ന് വിചാരിച്ചിരിക്കുന്ന കാരണം കുഞ്ഞിനെ ഡോക്ടർ അവന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ആ കുഞ്ഞിനെ കയ്യിലേറ്റ് വാങ്ങുന്ന സമയത്ത് അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കണ്ടവരെല്ലാവരും കുഞ്ഞിന് അകന്റെ മുഖഷേപ്പുണ്ടെന്ന് പറയുമ്പോ അവന് ദേഷ്യം വരികയാണ് ചെയ്തത്. ആവശ്യമില്ലാതെ ഇവരെല്ലാം ഓരോന്ന് പറയുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും പറ്റാതെ ആകെ വിഷമിച്ചു നിൽക്കുന്ന പാരിയെ ബന്ധുക്കളെല്ലാം അവിടെ നിന്നും പറഞ്ഞു വിട്ട ശേഷം ആരും കാണാതെ ഉള്ളിലേക്ക് വിളിച്ച് അവന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ് അകൻ ചെയ്യുന്നത്. എല്ലാവരും ചുറ്റുമുള്ളപ്പോ പാരിക്കാകട്ടെ കുഞ്ഞിന്റെയോ കുരലിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും അതിന് സാഹചര്യം ഒരുക്കി കൊടുത്തത് അകനായിരുന്നു. കുരലിന്റെ അച്ഛനാകട്ടെ തനിക്കൊരു പേരക്കുട്ടിയെ കിട്ടിയ സന്തോഷത്തില് എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പാരിക്കും കുരലിനും കാനഡയിലേക്ക് പോകാനുള്ള വിസ റെഡിയായി. കുഞ്ഞിന്റെ നെയിം സെറമണി നടക്കുന്ന സമയമാണ്. ആ പാർട്ടിയില് അവരെല്ലാവരും ബിസിയായിരുന്നു. എന്നാൽ അകനാകട്ടെ ആ കുഞ്ഞിനെ നോക്കി അതിന്റെ കാര്യങ്ങളും നോക്കി അതിനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും അതിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു സൈഡില് പാരിയും കുരലും നിന്ന് അവരുടെ റൊമാൻറ്റിക് മൊമെന്റ്സിലേക്ക് കടക്കുന്ന സമയത്ത് അകൻ ഈ കുഞ്ഞിനെ നോക്കി നടക്കുന്നത് കണ്ടിട്ട് അകന്റെ കൂട്ടുകാർക്ക് സങ്കടം തോന്നി. അവന്റെ അവസ്ഥ ആലോചിച്ച് അവർ വിഷമിച്ചത് കൊണ്ട് തന്നെ കുരൽ എല്ലാ സത്യങ്ങളും അറിയണമെന്ന് അവർ ആഗ്രഹിച്ചു. അവൾ ആഹാരം വിളമ്പാൻ അടുത്തേക്ക് വന്നപ്പോൾ അകന്റെ ഒരു സുഹൃത്താകട്ടെ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നാണോ ഇല്ലേന്ന്. നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരുത്തനെ നീ യൂസ് ചെയ്യുകയായിരുന്നു. അവൻ നിന്റെ കുഞ്ഞിനെ നോക്കി ഇപ്പൊ നടക്കുന്നു. നീയാകട്ടെ മറ്റൊരുത്തന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് സ്വന്തം ഭർത്താവായിട്ടും സ്വന്തം കുഞ്ഞിന്റെ അച്ഛനായിട്ടും അകനെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നു. ഇതെല്ലാം കേട്ട് കുരൽ ആകെ സങ്കടത്തിലായി. ആ കൂട്ടുകാരൻ അവളോടെല്ലാം തുറന്നു പറയുകയാണ്. അകൻ തന്നെ പ്രണയിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതോടുകൂടി കുരൽ ആകെ തകർന്നുപോയി. തനിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ വിഷമമെല്ലാം സഹിക്കുന്നതെന്നും തനിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരുടെ മുന്നിൽ നാണം കെടുന്നതെന്നും മനസ്സിലാക്കിയതോടെ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. വൺ സൈഡ് മാത്രം കാണുന്ന മിററിന്റെ ഇപ്പുറം നിന്ന് അവൾ കാണുന്നുണ്ടായിരുന്നു അകൻ തന്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതും അതിനോട് അവൻ സംസാരിക്കുന്നതും എല്ലാം തന്നെ. ആരും അറിയാതെ അന്ന് രാത്രി കുരലിനെയും ഭാര്യയും കുഞ്ഞിനെയും അകൻ കാനഡയിലേക്ക് വിടാനിരിക്കുകയാണ്. കാനഡയിൽ പോയി കഴിയുമ്പോ നിന്റെ അമ്മ എന്നെ മറന്നാലും നീ എന്നെ മറക്കില്ലല്ലോ എന്ന് അവൻ കുഞ്ഞിനോട് പറയുന്നുണ്ടായിരുന്നു. ഒരു രീതിയിൽ ഞാനും നിന്റെ അച്ഛനല്ലേ എന്നും ആ കുഞ്ഞിനോട് അവൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്നു നിൽക്കുകയാണ് ആ ഗ്ലാസിന്റെ ഇപ്പുറം നിൽക്കുന്ന കുരൽ. എയർപോർട്ടിലേക്ക് അവരെ കൊണ്ടുപോകും വഴി കുരൽ അവനോട് സംസാരിക്കുന്നു. എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അകം പറയുന്നുണ്ട് നീ സത്യങ്ങൾ മനസ്സിലാക്കിയെന്ന് നിന്റെ മുഖത്ത് നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എന്ന്. മാത്രമല്ല ഇവളോട് ആ കാര്യങ്ങൾ പറഞ്ഞ വിവരം അവന്റെ കൂട്ടുകാരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ വലിയ ത്യാഗിയും ഞാൻ വലിയ ദ്രോഹിയായി മാറുകയാണോ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ നീ എന്നെ കുറിച്ച് ആലോചിക്കാൻ നിൽക്കേണ്ടെന്നും എത്രയും പെട്ടെന്ന് നാടുവിടാനുമാണ് അവൻ പറയുന്നത്. പക്ഷെ അവൾക്ക് അതിന് മനസ്സുണ്ടായിരുന്നില്ല. അവൾ തന്റെ വിസ പേപ്പർ എല്ലാം തന്നെ കാറ്റിൽ പറത്തുന്നു. നീ എന്തൊക്കെ കാണിക്കുന്നെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എന്റെ ജീവിതം മാത്രം സെറ്റിലായ പോരാ നിന്റെയും ജീവിതം സെറ്റിൽ ആകണമെന്ന്. നിനക്ക് പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്തി അവളുമായിട്ടുള്ള നിന്റെ വിവാഹം നടത്തിയിട്ട് മാത്രമേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകൂന്ന്. എന്നാൽ അതൊന്നും നടക്കില്ല എന്നാണ് അവൻ പറയുന്നത്. അവൾക്ക് മുൻപേ അവൻ ഒരുപാട് പെൺകുട്ടികളെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളോടുള്ള പ്രണയം തോന്നിയ ശേഷം പിന്നീട് ഒരു പെൺകുട്ടിയോടും അവന് പ്രണയമോ അട്രാക്ഷനോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. അവൻ വല്ലാതെ ഇമോഷണൽ ആകുന്ന കണ്ടിട്ട് അവള് പറയുന്നുണ്ട് ഈ ജീവിതത്തില് ഇനി എന്തായാലും നമുക്ക് ഒരിക്കലും ഒരുമിക്കാൻ സാധിക്കില്ല. ഞാൻ അന്ന് നിന്നെ പ്രപ്പോസ് ചെയ്ത സമയത്തെ നീ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഒരുമിക്കുകയായിരുന്നു. ഇനി എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ ജീവിക്കുന്ന പോലെ നിനക്കൊരു ലൈഫ് വേണം. അത് സെറ്റിലാക്കി തന്നിട്ടേ താൻ ഇവിടെ നിന്ന് പോകൂ. അവൾ ആ ഒരു തീരുമാനം
തീരുമാനത്തിൽ തന്നെയായിരുന്നു. എത്രയൊക്കെ അവൻ അവളെ നിർബന്ധിച്ചിട്ടും അവൾ പോകാൻ കൂട്ടാക്കിയില്ല. അവനെ ഡിവോഴ്സ് ചെയ്ത് ഫ്രീ ആക്കിയ ശേഷം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അവനെ ഒന്നിപ്പിക്കാനായിരുന്നു അവളുടെ തീരുമാനം. അങ്ങനെ അവർ തമ്മിലുള്ള ഡിവോഴ്സിനുള്ള എല്ലാ പേപ്പേഴ്സും അവൾ ശരിയാക്കുകയും അതിൽ സൈൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പല ഡേറ്റിംഗ് ആപ്പുകളിലൂടെയും അവന് പറ്റിയ ഒരു പെൺകുട്ടിയെ തേടാൻ അവർ ആരംഭിച്ചു. ഒരുപാട് പേരെ കൊണ്ടുപോയി അവൾ അവനെ കാണിക്കുന്നുണ്ട്. അവന്റേതൊരു സെക്കൻഡ് മാരേജ് ആണെന്നുള്ള സത്യം എല്ലാവരോടും അവർ തുറന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണവും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പലരും അവനെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. തന്നെ കെട്ടിക്കാതെ അവൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അഗൻ തന്നെ ഒരു പ്ലാൻ ഇടുന്നു. തന്റെ കൊളീഗായ സംയുക്തയെ അവൻ തന്നെ കുരലിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. സംയുക്ത പോയി കുരലിനോട് ചോദിക്കുന്നുണ്ട്, നാട്ടിലുള്ള പല പെൺകുട്ടികളെയും അഗന് വേണ്ടിയിട്ട് നീ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്നെ ഒരു തവണ പോലും നീ പരിഗണിച്ചില്ല. ഞാൻ അഗനെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിനക്ക് എന്തുകൊണ്ട് ഞങ്ങളെ തമ്മിൽ ചേർത്ത് വച്ചൂടാന്നും അവൾ ചോദിക്കുന്നു. അത് കേട്ടതോടെ കുരൽ ഒരുപാട് ഹാപ്പിയായി. അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെയായിരുന്നു അവൾക്കും ആവശ്യം. എന്നാൽ ഇതെല്ലാം തന്നെ സംയുക്തയുടെയും അഗന്റെയും പ്ലാനിംഗ് ആണെന്ന് കുരലിന് അറിയില്ലായിരുന്നു. അതറിയാതെ തന്നെ കുരൽ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു ഡിന്നർ തയ്യാറാക്കുന്നു. ഒഫീഷ്യലായിട്ട് മീറ്റ് ചെയ്യുന്ന പോലെ ഇവർ രണ്ടുപേരും അഭിനയിക്കുകയും സംസാരിച്ച ശേഷം തങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണെന്ന് കുരലിനോട് പറയുകയും ചെയ്യുന്നു. അഗന് പറ്റിയ പെൺകുട്ടിയെ കിട്ടിയ സ്ഥിതിക്ക് ഇനി തനിക്ക് സ്വസ്ഥമായിട്ട് കാനഡയിലേക്ക് പോകാമെന്നായിരുന്നു കുരലിന്റെ സന്തോഷം. അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഒരു ഫോട്ടോ കൂടി എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റിയൽ ആയിട്ട് സംയുക്തയ്ക്ക് അഗനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവൾ യഥാർത്ഥത്തിൽ അഗനോട് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം കുരലിന്റെ അച്ഛൻ മനസ്സിലാക്കുന്നുണ്ട് അഗനും കുരലും ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്ന്. അവർ സൈൻ ചെയ്ത പേപ്പേഴ്സ് എല്ലാം തന്നെ അയാൾ കാണുന്നുണ്ട്. അന്ന് രാത്രി അഗനാകട്ടെ കുരലിനെയും ഭാര്യയും കുഞ്ഞിനെയും കാനഡയിലേക്ക് അയക്കാനിരിക്കുകയാണ്. പെട്ടിയെല്ലാം തന്നെ പാക്ക് ചെയ്ത് കഴിയുന്നു. എന്നാൽ കുരനാകട്ടെ അഗനോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു തവണ അവസാനമായിട്ട് അച്ഛനെ ഒന്ന് കാണണമെന്ന്. പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന്. ഒടുവിൽ അവളുടെ നിർബന്ധം കാരണം അവൻ അതിന് സമ്മതിക്കുന്നു. കുരൽ തന്റെ അച്ഛനെ കാണാൻ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുന്നു. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അയാളാകട്ടെ അവരുടെ ഡിവോഴ്സിനെ പറ്റി ചോദിക്കുന്നു. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അയാൾ അവളോട് ഭീഷണിയുടെ സ്വരത്തിൽ ചോദിക്കുന്നു. അവളുടെ കഴുത്തിന് പോലും കുത്തിപ്പിടിക്കുന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അകം പെട്ടെന്ന് അവിടേക്ക് കയറി വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, അവൾ ഒന്നും ചെയ്തിട്ടല്ല, ഞാൻ തന്നെയാണ് ഡിവോഴ്സിന് മുൻകൈ എടുത്തതെന്ന്. എനിക്ക് അവളെ മടുത്തുവെന്നും വേറൊരു പെണ്ണിനെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ഒക്കെ അവൻ പറയുന്നു. ഇതോടെ അയാൾ ആകെ ദേഷ്യം പൂണ്ടു. അവനെ എടുത്തിട്ട് കുറെ അടിക്കാൻ തുടങ്ങി. അവള് പലതവണ സത്യം തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും അഗൻ അതിന് സമ്മതിക്കുന്നില്ല. നീങ്ങാനും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ട് ഈ കുഞ്ഞിനെയും കൊല്ലും ഭാര്യയും കൊല്ലും. അതുകൊണ്ട് ഒരു കാരണവശാലും നിന്റെ അച്ഛൻ സത്യം അറിയാൻ പാടില്ല. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടി നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അഗന്റെ അമ്മ അവിടേക്ക് വരുന്നു. തന്റെ മകൻ ഒരു തെറ്റും ചെയ്തു കാണില്ല എന്ന് അവർ പറയുമ്പോഴും കുരലിന്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ മകൻ തന്നെയാണ് എന്റെ മകളെ ഉപേക്ഷിച്ചതെന്ന്. അഗനും അത് സമ്മതിക്കുന്നു. അഗന്റെ അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല, തന്റെ മകൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന്. കുരലിന്റെ അച്ഛനാകട്ടെ അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്തൊക്കെ വന്നാലും മോള് വിഷമിക്കേണ്ട, അവനല്ലെങ്കിൽ നമ്മുടെ ജാതിയിൽപ്പെട്ട മറ്റൊരു പയ്യനെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തുമെന്നാണ് അയാൾ പറയുന്നത്. നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അവൻ മരിച്ചാലും നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാലോ. അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലാൻ പോവുകയാണെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച കുരല് പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവനെ കൊല്ലേണ്ട കാര്യമില്ലെന്ന്. അച്ഛൻ എന്നെ കൊന്നോളൂ, ഞാനാണ് തെറ്റ് ചെയ്തത്. അവൾ എല്ലാ സത്യങ്ങളും അയാളോട് പറയുന്നു. താൻ ഭാര്യയെ സ്നേഹിച്ചതും അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചതും എല്ലാത്തിനും അഗൻ കൂട്ടുനിന്നതും തങ്ങളെ സംരക്ഷിച്ചതും എല്ലാം തന്നെ അവൾ തുറന്നു പറയുന്നു. ഇതോടെ അയാൾ ആകെ ദേഷ്യത്തിലായി. അയാൾ ഇതൊന്നും അറിയാതെ അഗനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അയച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ തന്റെ ആൾക്കാരോട് വിളിച്ചു പറയുന്നുണ്ട്, അഗനെയല്ല കൊല്ലേണ്ടത് ഭാര്യയാണെന്ന്. കുരലിവിടെ തന്റെ അച്ഛനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ അച്ഛന്റെ ആൾക്കാർ ഭാര്യയെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് അഗൻ എല്ലാവരെയും പോയി അടിക്കുന്നു. അഗൻ ഭാര്യ ഒരു സൈഡിൽ രക്ഷിക്കുകയാണ്. അതേസമയം ഇവിടെ കുരലിന്റെ അച്ഛനാകട്ടെ ഭാര്യയിൽ ജനിച്ച അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി. കുരൽ ഈ കാര്യം വിളിച്ച് അഗനോട് പറയുന്നു. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഗൻ അയാൾ പോയ സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആ കുഞ്ഞിനെ വെച്ച ശേഷം തോക്കെടുത്തെങ്കിലും ആ സമയം പെട്ടെന്ന് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു. അയാൾ കൊഴിഞ്ഞു വീഴുകയാണ്. ബോധം തെളിയുമ്പോൾ അയാൾ ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് അഗനാകട്ടെ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ആ കുഞ്ഞ് തന്നെയാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന്. നിങ്ങൾ കൊഴിഞ്ഞു വീണ് കിടന്ന സമയത്ത് ആ കുഞ്ഞാകട്ടെ അവിടെ നിന്ന് എഴഞ്ഞെഴിഞ്ഞ മെയിൻ റോഡിലേക്ക് വന്നു. കുഞ്ഞിനെ അങ്ങനെ കണ്ട ആൾക്കാരെല്ലാം വണ്ടി നിർത്തുകയും ആ കുഞ്ഞ് എവിടെ നിന്നാ വന്നതെന്ന് നോക്കുകയും ചെയ്തു. ആ സമയത്താണ് ദൂരെ കൊഴിഞ്ഞു വീണ് കിടന്ന നിങ്ങളെ കാണുകയും ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അത് കേട്ടപ്പോ അയാളും വല്ലാതെ ഇമോഷണലായി. താൻ കൊല്ലാൻ ശ്രമിച്ച കുട്ടി തന്നെ തന്റെ ജീവൻ സംരക്ഷിച്ചിരിക്കുന്നു. അയാൾ കുറ്റബോധത്തോടെ ഇരുന്ന് കരയുന്ന കണ്ടിട്ട് അഗനാകട്ടെ ആ അവസരം മുതലെടുത്തുകൊണ്ട് തങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് കരുതി അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങിയ കുരലിനെയും ഭാര്യയും കുഞ്ഞിനെയും തിരിച്ചു വിളിക്കുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവനാകട്ടെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. തന്റെ മകൾ മറ്റൊരാളെ വിവാഹം കഴിച്ച ശേഷം വേറൊരാളുടെ കുഞ്ഞിന് ജന്മം കൊടുത്തത് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ വിഷമം താൻ സഹിച്ചിട്ടുണ്ടെന്നാണ് അകം പറയുന്നത്. ഞാൻ അവളുടെ ഹസ്ബൻഡായിട്ട് ഇതിനെല്ലാം അവളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നില്ലേ, എന്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുമെന്നാണ് അവൻ പറയുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും തന്നെ ഒന്നുമല്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ അവൾ വിവാഹം കഴിക്കണമെന്നും അയാളുടെ കുഞ്ഞിനെ അവൾ പ്രസവിക്കണമെന്നും നിങ്ങൾ വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. അവൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആരുടെ കൂടെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് അവളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അവൾ മറ്റൊരാൾ
മറ്റൊരാളുടെ താലിയല്ലേ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നതെന്ന് അയാൾ പറയുമ്പോ അവൻ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയേക്കാൾ മര്യാദ കൊടുക്കേണ്ടത് അവളുടെ ഉള്ളിലെ ഫീലിംഗ്സിനാണെന്ന്. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കി അയാൾ പാരിയെയും കുഞ്ഞിനെയും കുരലിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും അകം പറഞ്ഞ പോലെ ആ കുഞ്ഞൊന്നുമല്ല അയാളെ രക്ഷിച്ചത്. അകനാകട്ടെ അയാളെ അന്വേഷിച്ച് ഒരിടത്തു നിന്നും അയാളുടെ വണ്ടി കണ്ടെത്തുകയും അയാൾ പോയ വഴി കണ്ടെത്തി അവിടേക്ക് ചെല്ലുമ്പോൾ കുഴഞ്ഞു വീണ് കിടക്കുന്ന അയാളെ കാണുകയും ചെയ്തിരുന്നു. ആ കുഞ്ഞ് അപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. രണ്ടുപേരെയും രക്ഷിച്ചുകൊണ്ട് വന്നത് അകനാണ്. പക്ഷെ അയാളെ കുരലുമായിട്ടും കുഞ്ഞുമായിട്ടും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ വെറുതെ ഒരു കഥ പറഞ്ഞതാണ് ആ കുഞ്ഞാണ് അയാളെ രക്ഷിക്കാൻ കാരണമായതെന്ന്. അതിൽ അയാൾ വീഴുകയും തന്റെ മകളെയും കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ അച്ഛനായ പാരിയെയും അംഗീകരിക്കുകയും ചെയ്തു. കുരലിന്റെ അച്ഛനോട് അവൻ പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ജാതി മാറി സ്നേഹിച്ചതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെ കൊന്നു. നിങ്ങൾ ചെയ്തത് ഒരു ക്രൈമാണ്. അത് ഏറ്റുപറഞ്ഞ് അതിനുവേണ്ടി ശിക്ഷ സ്വീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും അവൻ പറയുന്നു. അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നിയത് കാരണം അയാളാകട്ടെ അകന്റെ അമ്മയോട് എല്ലാത്തിനും മാപ്പ് പറയുന്നു. എന്നിട്ട് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ജയിലിൽ പോവുകയും ചെയ്യുന്നുണ്ട്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ അവനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. തന്റെ കയ്യിൽ കരുതിയിരുന്ന പെട്ടിയാകട്ടെ അവർ തന്റെ മകന് കൊടുക്കുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവനും സംയുക്തയും ഒരുമിച്ചെടുത്ത ഫോട്ടോയായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ അവളെ വിവാഹം കഴിക്കുമെന്ന് അവന്റെ അമ്മ ചോദിക്കുന്നു. എന്നാൽ അതൊന്നും ശരിയാകില്ല എന്ന് അവൻ പറയുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകൾ അണയുന്നു. ലൈറ്റ് തെളിഞ്ഞപ്പോ അവന്റെ മുന്നിൽ അവനെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് സംയുക്ത ഇരിപ്പുണ്ടായിരുന്നു. കൂടെ അവന്റെ ഫ്രണ്ട്സും പാരിയും കുരലും അവരുടെ കുഞ്ഞും ഉണ്ടായിരുന്നു. അവൻ ഓക്കെ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും നിർബന്ധിക്കുന്നു. എന്നാൽ അതൊന്നും ശരിയാകില്ല എന്നും ഞാൻ ഇനി ആരെയും വിവാഹം കഴിക്കില്ല എന്നും അവൻ പറയുമ്പോഴാകട്ടെ സംയുക്തയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും അവനെ നിർബന്ധിക്കുന്നു. അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. സംയുക്തയുടെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി. അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ അവനും തീരുമാനിക്കുന്നു തന്നെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും അവളെ തിരിച്ച് സ്നേഹിക്കാനും. ാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.